ഏതായാലും നമ്മുടെ വേലായുധൻ മാഷ് 50-ാം പ്രാവശ്യമാണ് അല്ലേ ശബരിമലയ്ക്ക് പോകണമെന്ന് കേട്ടത് ഓരോ വർഷവും. എന്താണ് മാഷെങ്കിൽ ശബരിമലയുടെ ഒരു പോളിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ശബരിമല എന്ന് പറയുന്നത് കേന്ദ്രബിന്ദുവാണ് മാനവത. കലികാലത്ത് കിയാമത്ത് എന്നാളെന്ന് പറയും. അത് കലികാലത്ത് ഈശ്വരപ്രസാദം ഉണ്ടാകുന്ന ഒരു കേന്ദ്രബിന്ദു ആയിട്ടാണ് ശബരിമല ഇന്ന് അറിയപ്പെടുന്നത് എന്നും ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇനി അടുത്ത കാലം വരണം. അതിനു മുമ്പ് എല്ലാ മനുഷ്യജാതിയിലും മനുഷ്യവർഗത്തിലും ഈശ്വരനെ വിശ്വസിക്കുന്ന കേന്ദ്രബിന്ദു ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും ഉള്ള കുടുംബമുള്ള ഒരു വ്യക്തിക്ക് ശബരിമല കേന്ദ്രബിന്ദുവാണ്. എന്തിന്? അവൻ ചെയ്ത ഒരു ഭാഗത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയുന്നതാണ് ഒന്ന് ശബരിമല വ്രതം. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിലെത്തുന്ന ഏത് മാനവരാശിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതിനൊരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതായത് ഇവൻ മനുഷ്യരൂപമായതുകൊണ്ട് മനുഷ്യനായി ജീവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഗുരുമുഖത്തിൽ നിന്ന് അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരു എന്ന് പറയുന്നത് അച്ഛനമ്മകൾ കാണുന്ന ദൈവമാണെന്ന് പറയാം. സ്വന്തം ബാപ്പയും ഉമ്മയുമാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയുമാണ് ഇവൻ്റെ കാണുന്ന അള്ളാഹു എന്ന നിർവചനം. അതിൽ നിന്ന് കോറിലേഷൻ മെത്തേഡാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, സ്ഥാപനങ്ങളും, പ്രവൃത്തി, ഈശ്വര ധ്യാനങ്ങളും എല്ലാം. കേന്ദ്രബിന്ദു ഒന്ന്, അത് രണ്ടില്ല. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബതം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണ നാമം. അതാണ് നരനാരായണ. അത് അള്ളാഹുവിൻ്റെ വേറൊരു ഉമ്മറും ആ ബാപ്പു ഒന്ന് തന്നെയാണെന്ന് പറയുന്നതാണ് നാരായണൻ. ബാക്കിയുള്ള ദേവവചനങ്ങളിലുള്ള നാമധേയങ്ങളെല്ലാം ചൈതന്യത്തിനെ വിവിധ രീതിയിൽ കാണുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അല്ലാതെ അതനുസരിച്ച് ഇവൻ്റെ മറ്റ് കാര്യങ്ങൾ ഒന്നും. എല്ലാം ആണും പെണ്ണും രണ്ട് ജാതിയെ ഇഹത്തിൽ അള്ളാഹു പഠിച്ചിട്ടുള്ളൂ. സ്ത്രീ പുരുഷൻ അത് വ്യത്യാസമുണ്ട്. ഭാഷയിൽ, ആചാരത്തിൽ, ഇതൊക്കെ ഒരു ഭാഷയാണ് ദൈവം അവന് കൊടുത്തിട്ടുള്ളത്. അത് ഇവൻ്റെ ബുദ്ധിക്കനുസരിച്ച് അങ്ങോട്ടും തിരിച്ച് പറയലൊക്കെ കാര്യങ്ങളുണ്ട്. എന്നാലും ആശയം ഒന്ന് തന്നെ. ഭൂമി തുറന്നാൽ ജലാംശം കാണും, ഇല്ലേ? ആകാശത്തേക്ക് തുറക്കാൻ പോകാൻ പറ്റില്ലല്ലോ പോകും. അപ്പോൾ ഭൂമിയിലാണ് വെള്ളം മനുഷ്യന് അത്യാവശ്യമാണ്. ആ വെള്ളം കാണാൻ കഠിനമായി പ്രവർത്തിക്കണം. ആ പ്രവർത്തിച്ചാൽ മറ്റുള്ളവരുടെ എല്ലാ ദുരിതങ്ങളും മാറ്റും. അപ്പോൾ വെള്ളം കിട്ടാതെ മരിക്കുക എന്ന് പറയുന്നത് കഠിനമായുള്ള ആപത്താണ്. അപ്പോൾ വെള്ളമാണ് പിന്നെ മനുഷ്യന് ആവശ്യം. അത് ഒരിക്കൽ അങ്ങനെ പറയണ്ടായേ, വെള്ളമില്ലാതിക്കൽ വള്ളം നടക്കുമോ, വെള്ളത്തിലോടുമോ ചാടും രഥങ്ങളും. അതെ, ഭഗവാൻ മഹാകവി തുഞ്ചത്തെഴുത്തച്ഛനാണ്. തോണി യാത്രയിൽ യാത്ര ചെയ്യുമ്പോൾ തോണിയിൽ ഒരു മനുഷ്യൻ തന്നെ സംസ്കാരത്തിലും ആശയിലും അല്പം വ്യത്യാസമുള്ള ഒരാൾ. അപ്പോൾ അത്രയ്ക്കാണ് ഉയർന്ന ടോപ്പിലെത്താത്ത ഒരാൾ ഇതിലുണ്ട്. അപ്പോൾ അയാൾക്ക് സന്ധ്യ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനപ്രയാസം വന്നു. അയാൾ നിത്യമായിട്ട് സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, അല്ലെ കിതാബ് ഓതലുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ വളരെ വിഷമം പിടിച്ചിട്ട് അവതരിപ്പിച്ചു, സന്ധ്യയായി, അപ്പോൾ ഇനി നാമം ജപിക്കണം. അപ്പോൾ അതിന് പെർമിഷൻ കൊടുത്തു. അപ്പോൾ ഈ വ്യക്തി ഈശ്വരൻ നാമത്തിൻ്റെ ഒരു 2 വരി അതിന് പദം ചൊല്ലി തുടങ്ങി. അപ്പോൾ ഇതിലുള്ള മേൽസ്ഥായിയായി ഉന്നത നിലയിലിരിക്കുന്ന ആ വ്യക്തി മുമ്പിലിരിക്കുന്നുണ്ട് തോണിയിൽ. അപ്പോൾ അയാൾ ഇത് ശ്രദ്ധിച്ചപ്പോൾ അയാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു, ഇവരെ നോക്കിയിരുന്നു. അതിൽ 4 വരിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. അത് അവൻ ചൊല്ലിയത്: കാവ്യം സുഗേയം കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തി മയസ്വരത്തിൽ, ആനന്ദലബ്ധിക്കിനി എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക്. ആ പ്രധാനിയാകുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയതാണ് ഇവനെക്കുറിച്ച് ഈ ശ്ലോകം കൊണ്ട്. ഇപ്പം ഇവൻ ചൊല്ലുന്നതും അയാൾ പിന്നെ പ്രാർത്ഥിക്കുന്നതും കാര്യം ഒന്ന് തന്നെ. അപ്പോൾ ഇവനോ ചൊല്ലുന്നതോ ഭക്തിയും
കേൾക്കാൻ സുഖമുള്ള രീതിയിലാണ്. ഇതിലപ്പുറം നിന്നെ സന്തോഷത്തിന് എന്താ വഴി എന്നാണ് എടുത്തു. ഈ 50 പ്രാവശ്യം ശബരിമല പോയപ്പോൾ നിങ്ങൾക്ക് എന്താ അനുഭവങ്ങൾ എന്താ? ശബരിമല പോയപ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എത്ര വലുതായാലും സമന്മാരാണ് എന്നാണ് അതിലെ തത്വസംഹിത. 18 പടിയതിൻ്റെ 18 പുരാണങ്ങളാണ്. 18 പുരാണങ്ങളാണ്. അത് ആ ഒരു വർഷം ചെല്ലുമ്പോൾ ആ ഒരെണ്ണം കൈക്കലാക്കും, അതായത് സിദ്ധിക്കും. അങ്ങനെ 18 വർഷം കൊണ്ട് ചെന്നാൽ അവന് പരിപൂർണമായ തേജസ്സും പ്രകാശവും ഐശ്വര്യവും അല്ലാഹു തആല കൊടുക്കും എന്നാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഇത് 18 പടി കയറ്റിയിട്ട് ഒരു പടി കൊല്ലം തോറും പോയാൽ 18 പ്രാവശ്യം അവർ ശബരിമല യാത്ര ചെയ്തു എന്നുള്ള അഹന്ത എന്നൊരു വാക്കുണ്ട്. അത് ഒരിക്കലും ഉപയോഗിക്കാനോ ജീവിക്കാനോ പാടില്ല. തീർന്നു ചെയ്തു. ഞാനല്ല, നമ്മൾ എന്നാണ് പറയേണ്ടത്. ഈ ഞാൻ എന്ത് ചെയ്താ എന്തിൻ്റെ അംശമാണ് ഞാൻ? ബഹുവചനം കൂട്ടണം. നമ്മളൊന്നാണ് എന്നാ. കാരണം നാണവും മാനം അപമാനം, രാത്രി പകല്, വേനൽ വർഷം, ആണും പെണ്ണും ഒരു നാണ്യത്തിൻ്റെ അകമ്പുറാണ്. അതുള്ളൂ ജീവിതം. ചിലത് കറുത്താവും, ചിലത് വെളുത്താവും. ചില നമസ്കാരമുണ്ട്. മാർച്ച് പറഞ്ഞ ഞാൻ ഒരു വർഷം പോലും ഞാൻ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിൽ കേട്ട കേൾവി ആസ്വദിക്കേണ്ടത്. ഇതിനെ കുറിച്ച് ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം. അതൊക്കെ നല്ല നീതിയാണ്. ഇപ്പോൾ ആരും അത് വിശ്വാസം കെട്ടുപോവുകയാണ്. ആരും പറഞ്ഞു തരാനോ ഇതിനെപ്പറ്റി പുരോഗമിക്കാനോ ആരുമില്ല. കാരണം ഇത് പണ്ട് ഐതിഹ്യങ്ങൾ കുറേ നോക്കുകയാണെങ്കിൽ ഇത് ചരിത്രപരമായ ഏത് മതസ്ഥർക്കും യോജിച്ച കാര്യം അത് കൊണ്ട് നടത്താൻ ഇന്നത്തെ ആളുകളില്ല. ചരിത്രമൊക്കെ വിട്ടുപോയി, വിശ്വാസം കുറഞ്ഞു പോയി. അതാണ് സ്പിരിറ്റ്. അതൊരു പ്രകസനം മാത്രമേ. ഞാൻ ഇപ്പോൾ ശബരിമല പൊരിപ്പണ്ട് വരാം, ഇവിടെ ചോറ് വേട്ടെ അരി ഇട്ടെ എന്ന് പറഞ്ഞ ഘട്ടം വന്നു. മുമ്പ് അങ്ങനെയല്ല, ആജ്ഞയായിട്ട് പോകണം. ഇപ്പോൾ ആരുമില്ല, വിശ്വാസം കുറഞ്ഞു വരാം. പക്ഷേ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു കലികാലത്ത് വന്ന ഒരു ദൈവമാണ്. 2000 കൊല്ലുമ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ. അത് അനുസരിക്കാൻ ആരുമില്ല. വിശ്വാസം നശിച്ചുപോയി. അതാണ് മാസം ഞാനിങ്ങനെ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ ദൈവികമായിട്ട് ഓരോ കാര്യങ്ങൾ അറിവ് വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. ഒരു വർഷത്തിൻ്റെ അത്ര തന്നെയല്ല. ഞാനൊരു വ്യത്യാസം കണ്ട് ഇപ്പോൾ മാസം സംബന്ധിച്ചോളം ഞാൻ ഒരു അവതാരകനായിട്ട് കണ്ട ഒരാളായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അത്രയും ആത്മീയ ആരും വിദ്യാഭ്യാസം ആ ഒരു കാര്യമില്ല. പക്ഷേ മാർച്ച് അങ്ങോളം പോകുന്നൊരു കാര്യം എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. മാർച്ചിൻ്റെ കുറേ പഠിക്കാണ്ട് ഒന്നും. അതാണ് മാർഷത്തിൽ എനിക്ക് ഇങ്ങനെ കാണും. ഒരു മിനിറ്റ് മാർഷത്തിൽ 1 മണിക്കൂർ എന്നല്ല ഒരു സെക്കൻഡ് കാര്യം എനിക്കില്ല. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റവനെ ചെറുതായി കാണാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ തത്വം. പിന്നെ രണ്ടാമത്തെ കാര്യം, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആ ആപ്പതവാക്യം ഇന്നും 24 കയറ്റാണ് സാർ. അല്ലേ? ഇവിടെ ധനമല്ല, സൗന്ദര്യമല്ല, മീശ മേപ്പട്ടേക്ക് കീപ്പട്ടേക്ക് തല മൊട്ടയടിച്ച മുടി കെട്ടിവെച്ച ഇതൊന്നും അല്ല. വേഷഭൂഷാദികൾക്ക് ഗുണഗണം. പരിശുദ്ധമായ പവിത്രമായ ഒരു കൽബ് വേണം, ഒരു ഹൃദയം വേണം. താങ്ക് യു.